എനിക്കൊരു സുഹൃത്തുണ്ട്, അരുൺ. അരുണിന് ഇപ്പോൾ ഒരു സർക്കാർ ജോലി ലഭിച്ചു. സന്തോഷം പങ്കുവയ്ക്കാനാണ് ഇന്ന് അരുണും അവൻ്റെ അമ്മയും എൻ്റെ വീട്ടിൽ വന്നത്. അരുൺ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ജോലി നേടിയെടുത്തത്. അരുണിൻ്റെ ബാല്യം തീർത്തും വേദനാജനകമായിരുന്നു. അരുണിൻ്റെ അച്ഛൻ ഒരു മുഴുക്കുടിയനായിരുന്നു. എല്ലാ ദിവസവും മൂക്കറ്റം കുടിച്ചിട്ട് ആടി ആടിയാണ് വീട്ടിൽ വരിക. അരുണിനെയും അരുണിൻ്റെ അമ്മയെയും നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. അയാളുടെ മർദ്ദനത്തിൽ നിന്ന് രക്ഷ നേടാൻ അരുണും അമ്മയും ഞങ്ങളുടെ വീട്ടിലേക്ക് അഭയം തേടി വരും. അയാൾ ബോധം കെട്ട് എവിടെയെങ്കിലും വീണ് കിടന്ന ശേഷമേ അവർ തിരികെ പോകൂ. അരുണിൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോയാണ് അരുണിനെ പഠിപ്പിച്ചിരുന്നത്. മഴ പെയ്താൽ തോർന്നൊലിക്കുന്ന ഓലമേഞ്ഞ കുടിലായിരുന്നു അരുണിൻ്റെ വീട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു വന്ന അരുണിന് ഇന്ന് ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കാനായിരിക്കുന്നു. ഞങ്ങൾക്കെല്ലാം സന്തോഷമായി. അക്കാലത്ത് അരുണിനെ ഒരുപാട് സഹായിച്ച എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാൽക്കൽ വീണ് അരുൺ നന്ദി പ്രകടിപ്പിച്ചു. അരുണിൻ്റെ അമ്മയുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ കണ്ണുനീർ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കടപ്പാടുള്ളവരെ ഓർമ്മിക്കാൻ അരുൺ കാണിച്ച മനസ്സ് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല, അല്ലേ? അത്രയും അരുണിന് ഇനിയും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Aaron's journey from hardship to happiness. I have a friend named Aaron. Aaron has now got a government job. Aaron and his mother came to my house today to share their happiness. Aaron earned this job after going through a lot of hardship. Aaron's childhood was full of suffering. Aaron's father was a habitual drunkard. Every day he would drink heavily and stagger home completely drunk. Then, in his drunken state, he would constantly abuse Aaron and his mother. To escape his violence, Arun and his mother would come to our house seeking refuge. They would return only after he passed out somewhere in a drunken stupor. Arun's mother used to work as a daily wage laborer to educate him. Arun's house was a thatched hut that leaked whenever it rained. After going through so many hardships, Arun has now achieved great success in life. We all felt truly happy. Arun fell at my parents' feet to express his gratitude for all the help they had given him in those days. Tears of joy were streaming down Arun's mother's face. The gratitude Arun showed in remembering those who helped him is truly admirable. No amount of praise would be enough. I pray that Arun continues to succeed in life even more.